ഒരൊറ്റ നോട്ടിഫിക്കേഷൻ പോലും ഇല്ല. ഈ പ്രൊഫൈൽ പിക്ക് അത്ര ഹിറ്റല്ലെന്ന് തോന്നുന്നു. 98 ലൈക്കോ? ഇന്നലെ 100 ആയിരുന്നല്ലോ. ഏത് രണ്ട് അവളുമാർ അൺലൈക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ വിട്ട പറ്റത്തില്ലല്ലോ. ഈ പ്രൊഫൈൽ പിക്ക് ഒന്ന് ഹിറ്റാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെട്ട് വെയിലത്തൊക്കെ പോയി ഫോട്ടോയും എടുത്ത് ദൈവമേ, രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ച ഗോതമ്പൊക്കെ എടുത്തോണ്ടാവുന്ന കൊത്തുമില്ല. ഹലോ, ഞാൻ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റിയത് നീ കണ്ടില്ലേ? കണ്ടു ചേച്ചി. പിന്നെ എന്താ ലൈക്ക് ചെയ്യാത്തത്? കുറച്ച് ബിസി ആയിപ്പോയി ചേച്ചി. പിന്നെ എന്തൊന്നും ബിസി? കുറച്ച് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട്. എന്നിട്ട് പോയി ലൈക്ക് ചെയ്യുന്നില്ലേ? ചെയ്യാൻ ചേച്ചി, ഇപ്പൊ തന്നെ ചെയ്യണം. നീയും ചെയ്യണം, നിന്റെ കൂട്ടുകാരും ചെയ്യണം, നമ്മുടെ നാട്ടുകാരും ചെയ്യണം. ശരി ചേച്ചി. So, pull your socks, buckle up your shoes, go to FB, like my profile picture and make it the image of Singapore. Oof. Tension ആയിപ്പോയി. Shoes, socks, buckles. kumbidi.com. ഡബ് സ്മാഷ് ചെയ്യൂ, 10 ലക്ഷം രൂപ നേടൂ. എല്ലാ സിംഗപ്പൂർ മലയാളികൾക്കും സ്വാഗതം. ഡബ് സ്മാഷ് അതിപ്പോൾ എങ്ങനെ ചെയ്യും? റിമിയെ വിളിച്ച് ചോദിച്ചു നോക്കാം. റിമി ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ. ഫ്ലോ പോയി. ഏതാണ്? ഹലോ. ആ റിമി, എന്തുണ്ട് വിശേഷം? ഞങ്ങളുടെ സിംഗപ്പൂരൊക്കെ ഇഷ്ടമായോ? ഓ, സിംഗപ്പൂരൊക്കെ അവിടെ നിൽക്കട്ടെ. അതെ, ഈ ഡബ് സ്മാഷ് കണ്ടസ്റ്റിനെ കുറിച്ച് എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഡബ് സ്മാഷോ? മേരിക്കുട്ടി, നിനക്ക് വട്ടാ. സൊസൈറ്റിയിൽ നിലയും വിലയുള്ള ആളുകളൊക്കെ ഇത് വല്ലതും ചെയ്യുമോ? ഒന്നുമില്ലെങ്കിലും നിന്റെ ഹസ്ബൻഡ് ഏതോ കൺട്രി മാനേജർ ഒക്കെ അല്ലേ അങ്ങേര്? അതെ, അത് എനിക്ക് ആർട്സ് ടാലന്റ് ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതാ. എന്നെ പോലെ ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് ഇതൊന്നും വലിയ വിഷയമൊന്നും അല്ല. ചുമ്മാ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല അങ്ങ് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് ഓരോന്നൊക്കെ പറയണോ? അതെ, ഹാർട്സ് ടാലന്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. എന്നാൽ നീ പോയി ചെയ്ത് നോക്കി ഡബ് സ്മാഷ്. എന്നാ പാടാന്ന് അറിയുമോ? ഇവിടെ മനുഷ്യൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുക, ലിപ്പ് ഒന്നും സിങ്ക് ആവുന്നില്ല. ആഹാ, അപ്പൊ അവിടെ ട്രൈ ചെയ്തിട്ടിരിക്കുകയാണല്ലേ? അതും മേരിക്കുട്ടി, സത്യം പറയാലോ, ഞാൻ 2 ആഴ്ചയായിട്ട് ട്രൈ ചെയ്യുക, ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ. ആ റിനി, ഒരു മിനിറ്റ്. ഞാൻ FB എന്തോ കാണുന്നുണ്ട്. ഡബ് സ്മാഷ് ട്രെയിൻ ചെയ്യാനാവും കേട്ടോ. സീരിയസ്ലി? എന്നാ ഞാനും വരാം കേട്ടോ. വണ്ടർഫുൾ. യെസ്, വണ്ടർഫുൾ. നമുക്ക് പോവാം. നമ്മൾ ട്രെയിനിങ്ങിൽ പോകുന്നു, 10 ലക്ഷം രൂപ അടിച്ചെടുക്കുന്നു, സിംഗപ്പൂർ ഫേമസ് ആവുന്നു റിനി. അപ്പൊ ശരി, അടിപൊളി. ഓക്കെ എന്നാ ഞാൻ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്, പോയി നോക്ക് കേട്ടോ ആ വീഡിയോ. ശരി എന്നാ, ഓക്കെ, ബൈ. നിങ്ങൾ ഡബ് സ്മാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ വൈകിക്കേണ്ട, ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഡബ് സ്മാഷ് കളരി. ഒറ്റ ദിവസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്കുമാകാം ഡബ് സ്മാഷ് കോൺടെസ്റ്റ് വിന്നർ. Customized training packages, super specialty trainers at affordable prices only at Dub Smash Kalari. Dub Smash special training നടത്തുന്ന സിംഗപ്പൂരിലെ ഏക സ്ഥാപനം Dub Smash Kalari. Yes boss, everything is set. ബോസ്, എൻ്റെ കാശിൻ്റെ കാര്യം അവസാനം എന്നെ തേക്കരുത്. നീ ഈ പറയുന്ന കാശ് എന്റെ മുതൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിക്കാൻ പോലും തികയില്ല. സോ ഗെറ്റ് ദ ജോബ് ഡൺ ആൻഡ് കീപ് ഇറ്റ് ഗോയിങ്. ഓൾറൈറ്റ്? ജയ് ചിഞ്ചോ. Okay boss, I'm getting another call. I'll call you back. Hello? Yes? Dub Smash Kalari Private Limited? Yes ma'am. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് മാം, ഇടത്തേക്ക് തിരിഞ്ഞാൽ മതി. ഓക്കെ മാം, ഓക്കെ, സീ യു സൂൺ. ഓക്കെ, ഇതിനൊക്കെ എങ്ങനെ പഠിപ്പിച്ചെടുക്കുവോ? ഹലോ സർ, വെൽക്കം ടു ഡബ് സ്മാഷ് കളരി. ഇത്ര ചെറുപ്പമായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു. I am T2. അവൈലബിൾ ആണോ? ആര്?
സീറ്റ് അവൈലബിൾ ആണോ? നല്ലത് ടിമ്പിൾ അല്ല. സർ വരാൻ വൈകിയപ്പോൾ ഞാൻ വിചാരിച്ചു വരില്ല എന്ന്. വരാതിരിക്കാനോ? ടിറ്റ് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അതായത് പള്ളിയിൽ കരോൾ പ്രാക്ടീസ് ഒക്കെ അല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണ്ടേ. പിന്നെ ഒരു കൊച്ച് പാടാൻ വന്നില്ല, അതുകൊണ്ട് നമ്മളെല്ലാം ഭംഗിയായിട്ട് പാടി തീർത്തു. ആ കൊച്ചു വരാത്തോണ്ടാ? ഒരു കൊച്ചുണ്ട്, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഹൈ പിച്ചിലേ പാടത്തുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊക്കെ പിച്ചക്കാരാ. ശരിക്കും തന്നെ ഇതൊന്നുമല്ല, ഞാൻ ഇതിനേക്കാൾ ഭയങ്കര ഫണ്ണിയാണ്. യെസ്. റിനി എന്താ ഇവിടെ? പള്ളി ഇപ്പൊ കൂടെ? ഞാനിന്ന് മുങ്ങി. അല്ല ചിറ്റു എന്താ ഇവിടെ? ഞാൻ ഇതാണോ പള്ളി വരാത്ത പാട്ടുകാരി? അതായത് റിനിയോട്ട് ഞാൻ മലർ മിസ് ടിമ്പിൾ മിസ്സിന്റെ അടുത്ത് പറയുമായിരുന്നു, അതായത് റിനി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല പള്ളിയിൽ നിന്ന്. ഇനി എല്ലാ ആഴ്ചയും പള്ളിയിലൊക്കെ പോകണം കേട്ടോ റിനി. അല്ല ചിറ്റു എന്താ ഇവിടെ? അതെ, ഗുണ്ടപിനോ കണ്ണങ്കര കൊള്ളനെ തോന്നിക്കും അടി പിടി വെട്ട് കുത്ത് എന്ന്. ഹലോ അനു. Hi Rini, welcome to Dub Smash Gallery. It's a pleasure meeting you. അയ്യോ, ഇറ്റ്സ് മൈ പ്ലഷർ മീറ്റിംഗ് യു. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ മേഡം ദൈവത്തിനെ പോലെ അവതരിച്ചത്. എന്തൊരു കാര്യം. റിനി ഒന്ന് മാറി നിൽക്കൂ, ബ്ലൈൻഡ് ആണെന്ന് തോന്നുന്നു. വഴി തെറ്റിയതാണോ ആവോ? അയ്യോ മേഡം, അത് ബ്ലൈൻഡ് ഒന്നും അല്ല. എന്റെ ഫ്രണ്ട് മേരിക്കുട്ടി. ഷീ ഓൾസോ കെയിം ടു അറ്റൻഡ് ദ ക്ലാസ്. മേരി. Oh, yeah. Oh, really? ഇപ്പോൾ ഭയങ്കര hot and humid ആണ് കേട്ടോ. യുഎസിലെ പോലെ തണുപ്പൊന്നുമില്ല. ആ, എവിടെ വെച്ച് തണുപ്പ് കുറവാ. മേരി, മീറ്റ് അവർ ടീച്ചർ, സിമ്പിൾ ആൻഡ് ഹംബിൾ, മിസ് ടിമ്പിൾ. ഹലോ, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. ഞാൻ യുഎസിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഇപ്പോൾ വന്നേ ഉള്ളൂ. സോ ഇവിടുത്തെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റുമായിട്ട് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ എയർ കണ്ടീഷൻ ക്ലാസ് റൂം ഒന്നും ഇല്ലേ? ഇല്ല, ഞങ്ങൾ പ്രകൃതിയോട് ചേർന്നുള്ള ഒരു രീതിയാണ്. പ്രകൃതി, ഐ മീൻ നേച്ചർ. എനിക്ക് മലയാളം കുറച്ച് അറിയത്തുള്ളൂ. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ്. അതെ, മേരിക്കുട്ടി മലയാളത്തിന് തോറ്റ് കിടന്നപ്പോഴെല്ലാം ക്ലാസ് മാറ്റുമായിരുന്നു. ഇപ്പോഴങ്ങനെ ശരിയായിട്ടില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത എത്ര പേർ അഭിനയിക്കാൻ ഇറങ്ങുന്നുണ്ട്. പക്ഷെ മാഡം അങ്ങനെയൊന്നും അല്ല കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം ഈ കോൺടെസ്റ്റ് ജയിച്ചിട്ടേ പോവും. കാണുന്നില്ലേ ആ തലയ്ക്ക് ചുറ്റും ഒരു ഓറ ഞാൻ കാണുന്നുണ്ട്. ഞാൻ തുറന്നു വന്നാൽ നിങ്ങളെങ്ങനെ അറിഞ്ഞു? റീനു വല്ലതും പറഞ്ഞേ? അയ്യോ മേരി, തോരല്ല ഓറ. ഈ വലിയ വലിയ ആൾക്കാരുടെ തലയ്ക്ക് ചുറ്റിനുമൊക്കെ മിന്നി നിൽക്കുന്ന കാണത്തില്ലേ, ബൾബ് പോലെ. ഓ, അത് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചിട്ടെങ്കിലും അത് ഞങ്ങൾക്ക് ഫാമിലിയിൽ പാരമ്പര്യമായിട്ടുള്ളതാണ്. എല്ലാവരുടെയും തലയിലൊരു ഓറ. ചിലപ്പോൾ ഈ ഓരയുടെ വെളിച്ചം കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റാറില്ല. Come in, let's go into the classes. Go. എടി നീ എന്റെ പ്രശ്നങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? എനിക്കിവിടെ അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട്. നിന്റെ സാരിയുടെ കളർ പറയാൻ ബോസ് വിളിക്കുന്നു, ഞാൻ ഇപ്പൊ വരാം. വെക്കുക. എത്തിയോ? ഈ സാധനം പോയില്ലേ? സർ, സിംഗിൾ റെഡി ടു മിംഗിൾ പാക്കേജ് അല്ലേ? എന്ത് സിംഗിൾ റെഡി ടു മിംഗിളാ? ബെസ്റ്റ്. ടിറ്റുന്റെ മോൻ റെഡി ടു മിംഗിൾ ആവാറായി. അപ്പോഴാ ടിറ്റുന് വല്ല മിസ്സിംഗ് ഫാമിലി പാക്കേജ് കൊടുത്തതായിരുന്നു മതി. ടിറ്റു വാ, വന്നിരിക്കൂ. ശരി. ടിറ്റു എന്നാ മനസ്സിലായില്ലേ? നമ്മുടെ പഴയ ജൂനിയർ മേരിക്കുട്ടി. നേരെയായിരുന്നു. നിനക്കെന്നാ മാറ്റമാടി മേരി? പണ്ട് കാണാൻ എന്നാ ഭംഗിയായിരുന്നു. ഈ ടിറ്റുവിന് പക്ഷെ ഒരു മാറ്റം ഇല്ല കേട്ടോ. പഴയ അതേ കൂറ ലുക്ക് തന്നെ. നീ അവിടെ യുഎസിലെ കണ്ടായിരുന്നു അല്ലായിരുന്നോ? അവിടുന്ന് പറഞ്ഞു വിട്ടാ? അത് പിന്നെ ഇച്ചാൻ മൈക്രോസോഫ്റ്റിന്റെ കൺട്രി മാനേജർ ആണല്ലോ. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു വർക്ക് ചെയ്യാൻ ഏത് കൺട്രി വേണമെങ്കിലും ചൂസ് ചെയ്തോളാൻ. ഞങ്ങൾ പിന്നെ സിംഗപ്പൂർ അങ്ങനെ ചൂസ് ചെയ്തു. ഇവിടെ ആകുമ്പോൾ പഴയ ഫ്രണ്ട്സ് ആൻഡ് മെമ്മറീസ് എല്ലാം ഉണ്ടല്ലോ. മെമ്മറീസ്, ഓർമ്മകൾ മധുരിക്കും ഓർമ്മകൾ.
എന്തോ നമ്മ ക്രിസ്മസിനും കോടിയാ, ഓണത്തിന് കൊടുക്കണ കോടിയൊന്നും പോരെ. ഞാൻ ഇവിടെ കോടീശ്വരനൊന്നും അല്ല, ഒരു സാറിന് ജോലിക്കാരനാണ്. ഇങ്ങനെ കോടിയൊന്നും കൊടുത്തോണ്ടിരിക്കാൻ പറ്റില്ല. എന്താണ് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്. ഈ ഡ്രസ്സിന് എന്ത് കുഴപ്പം? ഡ്രസ്സിന്റെ കാര്യമില്ല, ആറ്റിറ്റ്യൂഡ് ജാട. ഇവിടെ ഓരോരുത്തരുടെ ജാടയുടെ കാര്യം തന്നെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കണത്. എനിക്ക് ജാടയൊന്നും ഇടാൻ വേണ്ടി. നിനക്ക് വേറെ ജോലി ഇല്ല. രാവിലെ അവിടെ ആരിക്കണം. ആ ശരിയാണ്, ജാടയിടാം. ഒരു മിനിറ്റ്, ജാട ഇട്ടെ. ഇത് കാശ് കടം വാങ്ങി നാട്ടിൽ പോകുമ്പോ കാണിക്കുന്ന ജാട ഇതല്ല. വാച്ച് ദിസ്. ഓ മനസ്സിലായി. നമ്മള് റെസ്റ്റോറന്റിൽ പോയിട്ട് ആഹാരം വണ്ടിയുടെ ഇടയിൽ കൊടുക്കുമ്പോ അറിയാതെ ഇങ്ങനെ എടുക്കുന്ന ജാട. സൂര്യ ചേട്ടാ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സൂര്യ ചേട്ടൻ ഒരു ക്ലയന്റിനെ കാണാൻ പോവാണ്. അങ്ങേ ഒരു പ്രൊജക്ട് തന്നാലേ ഈ മാസം നമുക്ക് അരി വാങ്ങിക്കാനുള്ള കാശ് കിട്ടത്തുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സൂര്യ ചേട്ടൻ ഓൾറെഡി ഒരു വലിയ ഗോഡൗൺ നിറച്ച് അരിയുള്ള ഒരു മനുഷ്യനായിട്ട് അങ്ങനെ അടുത്ത് പോയി സംസാരിക്കാറില്ലേ? അപ്പൊ കാണിക്കുന്ന ഒരു ജാട ഉണ്ടല്ലോ, ആ ജാടയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ വേണ്ടത്. മറ്റേ ജാട. You know what? Guess who's back? We back, baby. We back. Hi guys. It's juniors class അല്ലേ, നമ്മൾ സീനിയേഴ്സ് അല്ലേ. I don't think I'll be comfortable here. കുഴപ്പമില്ല ചിഞ്ചു, നീ ജൂനിയേഴ്സിൻ്റെ കൂടെ എത്ര പ്രാവശ്യം സ്കൂളിൽ ഇരുന്ന് പഠിച്ചിരിക്കുന്നു, അതാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ചിഞ്ചുവും സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് തോറ്റിട്ടുണ്ടല്ലേ? അയ്യോ തോറ്റതല്ല, ഈ ജൂനിയേഴ്സിന്റെ ക്ലാസ്സിൽ ചില സമയത്ത് ചിഞ്ചുവിനെ മാതൃകയായിട്ട് കൊണ്ടിരുത്തും. ചിഞ്ചുവിനെ പോലെ കണ്ട് വളർന്ന് വലിയ സംഭവമാകാൻ വേണ്ടി. മനസ്സിലായില്ല, അല്ല ഈ തോറ്റ. എക്സ്ക്യൂസ് മീ ഡിംപിൾ മിസ്, ഈ നേരത്തെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വൃത്തികെട്ട ക്ലൈമറ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ ആസ് യു സെഡ്, എനിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുമല്ലോ. അല്ല ഡിംപിൾ മിസ്, ഇവിടെ ആക്ടിങ് മത്സരം മാത്രമല്ലാണ്ട് തീറ്റി മത്സരം നടക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ ചില ആൾക്കാർക്ക് ഓൾറെഡി ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ, അതുകൊണ്ട് പറഞ്ഞാണ്. Let's go to the classes. So let's start. ആക്ടിങ് ആദ്യം വേണ്ടത് നമ്മൾ വാം അപ്പ് എക്സസൈസ് ആണ്. അപ്പോൾ വാം അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മുഖത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഓക്കെ, വാച്ച് കെയർഫുള്ളി. കണ്ടില്ലേ ഇങ്ങനെ നമ്മളിങ്ങനെ സപ്രസ് ചെയ്യണം, പക്ഷെ അത് പുറത്തേക്ക് വരാനും പാടില്ല. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിനി ട്രൈ ചെയ്ത് നോക്കാം. മേബി fantastic, very well done. Wow, ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. Wonderful job guys, everybody is so good. ഇനി നമുക്ക് കോമ്പറ്റീഷനിൽ കാണാം. ഓക്കെ, all the best. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. All the dreams like twinkle stars. ജോണി കൊതിയ വാപിടിച്ചിരിക്കുന്നു. ദേശല്ലേ എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇന്ദുന്റെ ബ്രദർ. പ്രസംഗ മത്സര വേദിയിൽ കയ്യടി നേടിയ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ഈ സോളമനും ശോഷണ്ണയും കണ്ടുമുട്ടി പണ്ടേ. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി പാദ്യ. തളിരണിഞ്ഞൊരു കിളിമരത്തിലെ കണിമലരേവാ പൂക്കാലം.
ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്ത് ഒരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വീണ്ടും പോകുന്നു എന്ന് പറയുന്നു. എന്തോ എങ്ങനെ എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. Dear members, I am secretary of this Netaji Club. Any member shouting is a very, very nonsense. ചുമ്മാ ഇരിയടാ. അപ്പുകുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാണ്. എങ്കീച്ചില് വയറ്റത്തല്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും. അങ്ങനെ എല്ലാരും ഓടി രക്ഷപ്പെട്ട സ്ഥിതിക്ക് the winner is ചിഞ്ചുമോൾ. Hello, Dub Smash winner Chinjimal speaking. Okay, that shouldn't be any problem. ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞാൽ അത് ഉടനെ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി എന്നാ, ബൈ. സോറി ചേട്ടാ, ഐ ഗോട്ട് എ കോൾ ഫ്രം ദിസ് company.com guys. ഓക്കെ, ഒരു 4 lakhs ടാക്സ് മണിയായി സെറ്റിൽ ചെയ്യണം. ഓക്കെ, അതൊന്ന് വേഗം സെറ്റിൽ ചെയ്തേക്കാം. 4 lakhs ടാക്സ് മണിയാ? ഇതെവിടുത്തെ നിയമം? ഓ ഗോഷ്. എനിവേസ്, എനിക്ക് 10 lakhs rupees പ്രൈസ് മണി അടിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് 4 lakhs. അത് കിട്ടിയാണ് ഞാൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. ശരി. എനിക്ക് ആ ക്രൂസ് ഗൈസിനെ ഒന്ന് വിളിച്ചൊന്ന് കൺഫേം ചെയ്യാനുണ്ട്. ക്രൂസാ? ഇപ്പൊ എന്തിനു ക്രൂസ്? നമ്മളിത് നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് എക്സ്ട്രാ കാശ് കിട്ടിയാലും നമ്മളത് ട്രാവലിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. എടി, അത് എന്റെ ബൈക്ക് ട്രിപ്പിന് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സേവ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. സൂര്യ ചേട്ടാ, ഇത് ഞാൻ വിൻ ചെയ്ത പ്രൈസ് മണി. ഓക്കെ, സോ ഐ വിൽ ഡിസൈഡ് വേർ ടു ഗോ. വി ആർ ഗോയിങ് ടു കേപ്പ് ടൗൺ, ദാറ്റ് ടു ഇൻ ക്രൂസ്. ഡോണ്ട് ഫോർഗെറ്റ്, നാട്ടിലാണ് പ്രൈസ് മണി കിട്ടുന്നത്. ഓക്കെ, സോ അതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തേക്ക്. എനിക്ക് ക്രൂസ് ആരെ ഒന്ന് വിളിക്കണം. ഹലോ, ബോട്ട്ജെട്ടി ക്രൂസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കംപ്ലീറ്റ് പ്ലാൻ കുളമായല്ലോ. എന്തായാലും പൈസ കളക്ട് ചെയ്യാം. ഹലോ അപ്പാ, ആ ചിഞ്ചുവിന് ഈ ഡബ് സ്മാഷ് കോൺടെസ്റ്റ് എന്തോ വിൻ ചെയ്തിട്ട് 10 ലക്ഷം രൂപ പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഓ, 10 ലക്ഷം ഉള്ള തന്നെ. അതിൻ്റെ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് നാട്ടിലാണ്. അപ്പോൾ അതൊന്ന് പോയി ഒന്ന് കളക്ട് ചെയ്തേക്കണേ. ചിലപ്പോൾ പ്രസംഗിക്കാൻ അവസരം കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് 2 വാക്ക് പുകഴ്ത്തി പറഞ്ഞേക്കണം. നിങ്ങളെക്കുറിച്ചും പറഞ്ഞോ, കുഴപ്പമില്ല. 10 ലക്ഷം രൂപയാണ്. എണ്ണി വാങ്ങിക്കണം കേട്ടാ. അല്ല, എണ്ണിന്ന് പറഞ്ഞാൽ അവരെണ്ണി തരുമായിരിക്കും. ശരി, കിട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യണേ. ശരി, ഓക്കെ എന്നാ. ഓക്കെ ബൈ, താങ്ക് യു. ലക്ഷം രൂപ, 8 എനിക്ക്, 2 അവക്ക്. ബൈക്ക് ട്രിപ്പ് നമ്മൾ പൊളിക്കുവണ്ണാ. ജോതിയും കാണും, മലയും കാണും. സെലിബ്രേഷൻ. ഓ, 5 ബ്ലാക്ക് ലെവലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കണം. ഓടി വാ. ഓ, ഹലോ കോൾ പറഞ്ഞു അപ്പൊ വിളിക്കണേ. പൈസ കിട്ടിയെന്നാണ്. ശരി. ഓ, കാണാം. ചിഞ്ചു, ഹലോ അപ്പാ, എങ്ങനെ വാങ്ങിച്ച? ഇങ്ങനെ ഫുൾ ക്യാഷ് ആയിരുന്നു അതോ ചെക്ക്? 1000 പഴയ നോട്ടാ? ഇല്ല, മാർക്കറ്റ് വിളിച്ചു. ഇല്ല അമ്മയാണ്, എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, ഞാൻ പറ്റിച്ച. അയ്യോ, ഐ എം സോറി. തെളിവ് പറയരുത്. ഞാൻ അറിഞ്ഞോണ്ടല്ലോ എന്റെ പൈ. ഹലോ, എല്ലാം പോയി. 4 ലക്ഷം രൂപയും പോയി. സമാനാടി നടക്ക്. 10 ലക്ഷത്തിന്റെ 1000 പഴയ നോട്ടൊന്ന് മാർക്കറ്റ് വിളിച്ചു വെച്ച് കൊടുത്തിരിക്കണം. ദൈവമേ, ബ്ലാക്ക് ലേബൽ അടിക്കായിരുന്നു എന്നെ ബ്ലാക്ക് മണിക്ക് നീ പിടിച്ച് ജയിലിലാക്കോടി. അതിന്
money, 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 money. நானும் எவ்வளவு நாள் தான் நல்லவனாவே நடிக்கிறது. മോണ ഡാർലിംഗ്, എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ ടൈം ആയെന്ന് അറിയാൻ പാടില്ലേ? ആ ചാളവറുത്ത എന്തേ? ഞാൻ എന്റെ ഇൻഫന്റ് മുതല കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്തിട്ട് വരാം. നിങ്ങൾ അപ്പോഴേക്കും പോയി സബ്സ്ക്രൈബ് ചെയ്യേ. ആ ചാളവറുത്ത കരിയാണ്, എന്തുവാ കാണിക്കണം?